ഹായ് ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ആദ്യക്കുട്ടിൻ്റെ ആനുവൽ ഡേ ആണ്. കുറച്ച് ജലദോഷവും തൊണ്ടവേദനയും ചുമയും തുമ്മലൊക്കെയാണ്. അപ്പോൾ ശബ്ദത്തിന് വ്യത്യാസമുണ്ട് കുറച്ച്. അപ്പോൾ ഇന്ന് ആദ്യക്കുട്ടിൻ്റെ ആനുവൽ ഡേ ആണ്. സാറ്റർഡേ 9th മാർച്ച് സാറ്റർഡേ. അപ്പോൾ അജോട്ട് വന്നിട്ട് കുളിക്കുന്നു. ആദ്യക്കുട്ടി ഉമ്മർത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ നമ്മുടെ ശിവരാത്രി വ്രതമായിരുന്നല്ലോ. അപ്പോൾ ഞാൻ വിളക്ക് വയ്ക്കാൻ പോകുന്നതൊക്കെ അതിന് കുളിച്ച് വന്നിട്ട് അങ്ങനെ ഞാൻ വിളക്ക് കത്തിച്ച് ദൈവത്തിന് മാലയൊക്കെ ഇട്ടു കേട്ടോ. അജൂട്ടൻ വരുമ്പോൾ തലേദിവസം മാല വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് നിങ്ങളുടെ കുറച്ച് കാര്യം പറയേണ്ടത്, ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് താമസിച്ച് പോയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ അല്ലാതെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് മാക്സിമം വീഡിയോസ് എൻ്റെ ലേറ്റ് ആവുന്നത്. അതുപോലെ തന്നെ അറിയാം, നമ്മുടെ ജോലി പോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണിതെന്ന് നമുക്ക് അറിയാം. എന്നിരുന്നാൽ പോലും ക്ഷമിക്കണം നിങ്ങളെല്ലാവരും എന്നോട്. കുറച്ച് എന്താ പറയുക, നമുക്ക് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ വൈഫൈ ഇല്ലാത്ത കാരണം അവിടെ മമ്മിയുടെ അടുത്ത് പോയിട്ട് വേണം ചെയ്യാൻ. അപ്പം നമുക്ക് കുറച്ച് ഇഷ്യൂസ് ഹെൽത്ത് ഇഷ്യൂസ് മെൻ്റലി അല്ലാതെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ അടുത്ത് ഒരു ദിവസം ഞാനത് റിവീൽ ചെയ്യും, ഇല്ല എന്നല്ല, എന്തെങ്കിലും ഒരിക്കലും ഞാനത് റിവീൽ ചെയ്യും, എല്ലാ പ്രോബ്ലം സോൾവ് ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിടയിലുള്ളത്, നമ്മുടെ തലയ്ക്കകത്തുള്ളതുകൊണ്ട് നമുക്ക് മാക്സിമം ടൈം ടു ടൈം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത അതുകൊണ്ടാണ്. അതുമാത്രമല്ല, ഇവിടെ നിന്ന് ഞങ്ങൾ അഹമ്മദാബാദിലേക്ക് അജുവിൻ്റെ അടുത്തേക്ക് ഷിഫ്റ്റ് ആവാൻ പോകണം. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ടെൻഷനും അതും ഉണ്ട്. അപ്പോൾ എല്ലാം ഷിഫ്റ്റായി നമ്മൾ അവിടെ പോയി സെറ്റിലായ ശേഷം തീർച്ചയായിട്ടും മാക്സിമം ഞാൻ വൈഫൈ കണക്ഷൻ എടുത്ത ശേഷം നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ദയവായിട്ട് നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്നത്. തീർച്ചയായിട്ടും മാക്സിമം ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് നമുക്ക് സ്റ്റാർട്ടിങ്ങോ എൻഡിങ്ങോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. ഇൻട്രൊഡക്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എൻഡിങ്ങിൻ്റെ സ്ക്രിപ്റ്റൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ വിളക്കൊക്കെ വെച്ച് അത് കഴിഞ്ഞ് പോയിട്ട് നമ്മുടെ കിണ്ടിയിലുണ്ടായിരുന്ന വെള്ളം എടുത്തിട്ട് നമ്മൾ തുളസിയിൽ ഒഴിച്ചിട്ട് പിന്നെ തിരിച്ച് അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് വീണ്ടും വെള്ളം നിറച്ച് കിണ്ടിയിൽ അവിടെ കൊണ്ട് വെച്ചു. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ അടുക്കളയത്തെ പണികൾ ഓരോന്നായിട്ട് ചെയ്യുമായിരുന്നു. രാവിലത്തെ ഒരു ചായ ഉണ്ടാക്കലും കാര്യങ്ങളും പാത്രങ്ങൾ എടുത്ത് വയ്ക്കാനുള്ളത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് റെഡി ആയിട്ട് വേണം നമുക്ക് പോകണമെങ്കിൽ. അപ്പം ഞാൻ അജുവേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് നമുക്ക് അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ആൾക്ക് വേറെ അത്യാവശ്യ കാര്യമായിട്ട് ഞാൻ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾക്ക് ആരെയോ കാണാൻ വേണ്ടി പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ആൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ വീഡിയോ എടുത്തിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ ആൾ കുളിച്ച് വന്നിട്ട് വിളക്കൊക്കെ ഞാൻ വെച്ചപ്പോൾ തൊഴുത് വന്നിട്ട് കിണ്ടിയിൽ വെള്ളം എടുത്തിട്ട് തുളസിയിൽ ഒഴിക്കാൻ പോയതാണ്, തിരിച്ച് വെള്ളം എടുക്കാൻ. അപ്പോൾ ആൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീഡിയോ ഓൺ എന്നുള്ള കാര്യം കേട്ടോ. അതാണ് ആളിങ്ങനെ ഷട്ടിടാതെ മുമ്പിലൊന്നും നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ എനിക്ക് ഇത്രയും വീഡിയോസ് കട്ട് ചെയ്ത് കളയാനും തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതങ്ങനെ അപ്ലോഡ് ചെയ്തത് കേട്ടോ. ആൾ കണ്ടതിനെ ശരിയാക്കി തരും. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് വീട്ടിൽ വെച്ച് ചിട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പം അതായത് കിണ്ണത്തപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്, അതായത് കള്ളപ്പം അല്ലെങ്കിൽ എന്താ പറയുക എനിക്കറിയില്ല, ഓരോ നാട്ടിൽ ഓരോന്നല്ല പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അരിയൊക്കെ കുതിരാനിട്ട് പിന്നെ ചായയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ അജുവേട്ടൻ പറഞ്ഞു വന്നിട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആദ്യക്ക് കോഫി ഉണ്ടാക്കി വെച്ചു, അതുപോലെ തന്നെ ചായ ഉണ്ടാക്കി, അതുപോലെ പാല് ചൂടാക്കി വെച്ചു. ഒപ്പം നമ്മൾ അരയ്ക്കാനുള്ള അരിയൊക്കെ കുതിരാനിട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ റെഡിയാവാൻ പോയി. അപ്പോൾ ആ ടൈമിലാണ് അജുവേട്ടൻ പറയണത് അമ്പലത്തിൽ പോകുന്നുണ്ട്, അമ്പലത്തിൽ പോകാൻ റെഡിയാവാൻ പറഞ്ഞു. ഞാൻ വേഗം ഇതൊക്കെ തീർത്തിട്ട് റെഡിയായിട്ട് അമ്പലത്തിൽ പോകാൻ നിൽക്കുമ്പോൾ ആ വീഡിയോസൊന്നും എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ക്ലയൻറ്റിനെ കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ക്ലയൻസിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ആദ്യക്കൂട്ട് പ്രോഗ്രാം ഉള്ള കാരണം അവിടെ നിന്ന് നമുക്ക് എളുപ്പം വരണമല്ലോ, അതിനുവേണ്ടി ഞങ്ങളെയും കൂടെ കൊണ്ടുപോയിട്ട്. അതുകൊണ്ട് വീട്ടിൽ ഒരു പണി എൻ്റെ നടന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. ഞാൻ കരുതി അമ്പലത്തിൽ പോയിട്ട് നമ്മൾ തിരിച്ചു വരുമല്ലോ, തിരിച്ചു വന്നിട്ട് നമുക്ക് ബാക്കി പണികൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ അറിഞ്ഞില്ല സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങളെയും കൊണ്ടുപോകുന്നു. പിന്നെ കറക്റ്റ് പ്രോഗ്രാമിന് തൊട്ട് മുന്നാണ് ഞങ്ങൾ ഓടിപ്പടിച്ച് വന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ പോയത്. അതുകൊണ്ട് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ജീവിതത്തിൽ നമുക്ക് എല്ലാവരുടെ ജീവിതം ഒരുപോലെയല്ല. ചിലപ്പോൾ നമുക്ക് പുറമേ ചിരിച്ചു കാണുന്ന ആൾക്കാരുടെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ പ്രശ്നങ്ങളും സങ്കടങ്ങളും ചിന്തിച്ച് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ജീവിതം നമ്മുടെ മുന്നോട്ട് പോവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം എന്നെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ഇഷ്യൂ നമ്മുടെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാലുണ്ടല്ലോ, ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് എന്താ പറയുക, പീക്ക് ലെവൽ അങ്ങോട്ട് ഫീൽ ചെയ്യും എനിക്ക്. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ആ മനസ്സിൽ നിന്ന് അങ്ങ് ഞാൻ കളയും. കാരണം ആലോചിച്ചിരുന്ന ഹെൽത്ത് ഇഷ്യൂസ് വരുത്തി ചിലവ് വരുത്തിനെക്കാട്ടിലും ഭേദമാണല്ലോ നമ്മൾ അതങ്ങ് വിട്ട് കളയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ആദ്യക്കുട്ടൻ ഒരു പണി പറ്റിച്ചു. അവൻ പോയിട്ട് കബോർഡ് തുറന്നിട്ട് കബോർഡിൻ്റെ ആ സ്ലൈഡിങ് ഇടയിൽ പെട്ടിട്ട് അടയ്ക്കാനും തുറക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറേ ചീത്ത പറഞ്ഞിട്ട് അവസാനം ഒരുവിധം ആൾ ശരിയാക്കി എടുത്തു.
അത് കഴിഞ്ഞ് പോയിട്ട് ഞാൻ വേഗം ചായ ഇരുന്ന് കുടിക്കുകയാണ്, ചൂടോടെ കുടിച്ചിട്ട് ഡ്രസ്സ് മാറാമെന്ന് വെച്ചിട്ട് കേട്ടോ. അങ്ങനെ അജുവേട്ടനും ചായ കുടിച്ചുകൊണ്ട് ഫോണിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു ആൾ. പിന്നെ സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ച് ദൈവത്തിൻ്റെ. അങ്ങനെ ആദ്യക്കൂട്ടം റെഡിയായി ഓൾറെഡി, പുളിയെ കഴിഞ്ഞ് വന്നിട്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, അപ്പോൾ നമ്മൾ എന്നും നമ്മുടെ പ്രശ്നങ്ങളെപ്പറ്റി ചിന്തിച്ച് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാണല്ലോ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവില്ല, അതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഞാനും അങ്ങനെ കംപ്ലീറ്റ് 100% പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാനും പറയുന്നില്ല കേട്ടോ. ഞാനും ഉണ്ട് ചില സമയങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് ആലോചിച്ചിരുന്ന് വിഷമിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്, സങ്കടപ്പെടാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും മാക്സിമം ഞാൻ ഒന്നും മനസ്സിൽ കൊടുക്കാതിരിക്കാറാണ് പതിവ് കേട്ടോ. ഇപ്പോൾ കുറേ ആയിട്ട് കുറേ അനുഭവങ്ങളാകുമ്പോൾ നമ്മൾ പറയില്ലേ, നമ്മൾ അങ്ങനെ യൂസ്ഡ് ആയി പോവും, നമ്മൾ അതുമായിട്ടൊന്നും പറയില്ല എന്ന ഒരു അവസ്ഥയെ സത്യം പറഞ്ഞാൽ എനിക്കും. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ റെഡിയായി. ഞങ്ങൾ പിന്നെ വെളിയിലൊക്കെ പോയി, അമ്പലത്തിലൊക്കെ പോയി. വെളിയിലൊക്കെ പോയിട്ട് വന്ന ശേഷം ഞങ്ങൾ ഇതേ സ്കൂളിലെത്തിയിട്ടുണ്ട്, ഓഡിറ്റോറിയത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലെന്ന് വെച്ചാൽ നമ്മുടെ രഘുപതി രാഘവ രാജാറാം ആ പാട്ട് വെച്ചിട്ട് കുറച്ച് 3 കുട്ടികൾ, രാമനും സീതയും ലക്ഷ്മണനുമായിട്ട് ഇങ്ങനെ ഫുൾ ഓഡിയൻസിനെ വലം വയ്ക്കണം. മതലബ് ഓഡിയൻസ് വെച്ചാൽ പാരൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ ഫുള്ള് വലം വയ്ക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളുടെയൊക്കെ ഡാൻസ്, കുഞ്ഞു മക്കളുടെയൊക്കെ ഡാൻസ് കാണാൻ എന്ത് രസമെന്ന് പറയാം. അവരുടെ കോസ്റ്റ്യൂമും എല്ലാം നല്ല രസമായിരുന്നു. അപ്പോൾ എല്ലാ വർഷവും സാറ് വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പാട്ടുകൾ എടുത്തിട്ട് അതിനെ അവർ തീമാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് അതിനെ സാധാരണ നമ്മുടെ സിനിമാ പാട്ടുകൾ തന്നെ ആയിരിക്കും. പക്ഷേ സാധാരണ സിനിമാ പാട്ടിൽ കളിക്കുന്ന പോലത്തെ ഡാൻസോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. പകരം അവർ അതിനെ ഓരോ തീം വെച്ചിട്ട് അതിനനുസരിച്ച് ഡാൻസ് ഉണ്ടാക്കിയിട്ടാണ് കുഞ്ഞുമക്കളെ സപ്പോർട്ട് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഡ്രാമയ്ക്ക് ഇടയിൽ കൂടെ, അതായത് ഇന്നത്തെ കാലത്തിൽ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അതുപോലെ തന്നെ അച്ഛൻ, അമ്മ, ഗുരുക്കൾ, അങ്ങനെ എല്ലാവരും, അങ്ങനെ നമ്മുടെ ലൈഫിലുള്ള സൊസൈറ്റിക്കകത്തുള്ള ഓൾമോസ്റ്റ് ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് സാറ് തീം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ യമലോകത്തു നിന്നും യമൻ വരും കാലപുരിയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലോകത്തൊരു ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, കളക്ടർ ആയിക്കോട്ടെ, അങ്ങനെ ഓരോരുത്തരെ പറ്റിയിട്ടുള്ള ഓരോരുത്തരുടെ ലൈഫിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഇതാണ് കേട്ടോ ആദ്യക്കുട്ടിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നത്. എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നു, അങ്ങനെ കൺസ്ട്രക്ഷൻ തകർന്നു വീഴുന്നു. അപ്പോൾ അത് കാരണം ആൾക്കാർക്ക് വേണ്ടി ഇനി ഒരുപാട് ലോകത്തിന് വേണ്ടി ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനെ വിട്ടിട്ട് പോകുന്നു. അതൊക്കെയായിരുന്നു കേട്ടോ തീം. അങ്ങനെ ഒരു ഡോക്ടർ ആയിക്കോട്ടെ, ഡോക്ടറെ കാണാൻ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്, അവർക്ക് രക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അങ്ങനെ അവരെ വിട്ടിട്ട് പോകുന്നു. അങ്ങനെ പല സ്ഥലങ്ങളെ കാഴ്ചകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. നമുക്ക് ഫുള്ള് ഇടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇടാതിരുന്നത്. നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്ന കാരണം കൊണ്ട് നമ്മൾ സോങ്സ് ഒന്നും ഇടാതിരുന്നത്. പിന്നെ ലാസ്റ്റ് വന്നിട്ട് 2 പ്രോഗ്രാമായിരുന്നു. ഇത് ആദ്യക്കുട്ടൻ്റെ ഗ്രൂപ്പിലെ പ്രോഗ്രാമാണ് കേട്ടോ. അവരുടെ ക്ലാസ്സിൻ്റെ ആയിരുന്നു. അതായത് അച്ഛന് വേണ്ടിയിട്ട്, അച്ഛന് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള സോങ് ആയിരുന്നു ഇത്. പാപ്പ മേരി ജാൻ എന്ന് പറഞ്ഞ ഹിന്ദി സോങ് ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് സർപ്രൈസ് എന്തായിരുന്നു വെച്ചാൽ, ഓരോ കുട്ടികൾക്കും അവരുടെ അച്ഛൻ്റെ സോങ്ങിൽ അച്ഛന്മാരുടെ ഫോട്ടോസ് എടുത്തിട്ട് അവർ ഫ്രെയിം ചെയ്ത് കൊടുത്തിട്ട് പപ്പയ്ക്ക് വേണ്ടി, അച്ഛന്മാർക്ക് വേണ്ടി ട്രിബ്യൂട്ടായിരുന്നു ഇത്. അപ്പോൾ അങ്ങനെ പിന്നെ അവർ ഫോട്ടോ വെച്ച് പപ്പയ്ക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത സോങ്, അവർക്ക് വേണ്ടി കളിക്കുന്ന ഡാൻസ്, നല്ലൊരു പ്രോഗ്രാം ആയതുകൊണ്ട് ഞങ്ങൾക്ക് സർപ്രൈസിലായിരുന്നു ഇത്. അപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ നെക്സ്റ്റ് വി ലവ് യു പപ്പ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഒരു തീം ഉണ്ടാക്കിയിരിക്കുന്ന, ഫോട്ടോൻ്റെ പുറകിൽ അക്ഷരങ്ങൾ വെച്ചിട്ട്. അങ്ങനെ പിന്നെ നെക്സ്റ്റ് പ്രോഗ്രാം, ലാസ്റ്റ് പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലേഡീസിൻ്റെയാണ്, പെൺകുട്ടികളുടെയാണ്, അമ്മമാർക്ക് ട്രിബ്യൂട്ട് ചെയ്തിട്ട്. നല്ല അടിപൊളിയായിരുന്നു പ്രോഗ്രാം കേട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, അപ്പോൾ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമുള്ള വിശേഷങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്തതിന് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.